പെങ്ങന്മാരെ ഞാനേ വീട് വിടാന്തരം സാധനങ്ങൾ കൊണ്ട് വയ്ക്കുന്ന ആളാണേ. എന്ത് സാധനം? എല്ലാ സാധനവും ഉണ്ട്. ഒരു അടുക്കളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് തൊട്ട് പഞ്ചസാര വരെ എല്ലാ സാധനവും ഞങ്ങളുണ്ട്. വേണ്ട ഏട്ടാ, ഞങ്ങള് മൊത്തത്തോടെയാണ് വാങ്ങിക്കുന്നത്. അയ്യോ ഇതെല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. ഇത് നോക്കിയേ. എന്നാ പിന്നെ ഏലക്ക എടുക്കട്ടെ പെങ്ങളെ? അയ്യോ വേണ്ട, ഏലക്ക മൊത്തം വിഷമായിരിക്കും. വയനാടൻ ഏലക്കയാണ്. അങ്ങനെയൊക്കെ പറയും. വേണ്ട ഏട്ടാ. എൻ്റെ ചേച്ചി എന്നാ പിന്നെ നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റ് വാങ്ങിക്കണ എല്ലാം പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളല്ലേ? നമ്മൾ അതേപോലെ ഒന്നുമല്ല. നമ്മൾ നല്ല സാധനം കർഷകരിൽ നിന്ന് നേരിട്ട് മേടിച്ച് നേരിട്ട് കൊണ്ട് തരല്ലേ അല്ലേ? അനിയത്തി പുളി ഉണ്ടെന്നാ നോക്കിയേ. ആ നല്ല ഫ്രഷ് പുളി. വേണ്ട, അനിയത്തിക്ക് വേണം തോന്നുന്നു. നോക്കിയേ, നോക്കിയേ നല്ല ഫ്രഷ്. ഇതേപോലെ നിങ്ങൾ കൂടെ കണ്ടിട്ടുണ്ടോ ഞങ്ങളെ പുളി? ചേച്ചി ഒന്ന് പറയച്ചേ അനിയത്തിൻ്റെ അടുത്ത്. വേണ്ട ചേട്ടാ. അല്ല അനിയത്തിക്ക് വേണം തോന്നുന്നു ഇല്ലേ? എത്ര പ്രാവശ്യം പറയണം വേണ്ടെന്ന്? അല്ല ചേച്ചിക്കല്ല അനിയത്തിക്ക്. ചേട്ടന് എന്താ പാലും തലയും തിരിച്ചറിയാൻ പാടില്ലേ? എന്നാ പിന്നെ അനിയത്തി എള്ളെടുക്കട്ടാ? ഫസ്റ്റ് എള്ളുണ്ടാക്കി തിന്നോ? അതൊന്നും വേണ്ട. നല്ലതാ, സൗന്ദര്യമൊക്കെ കൂടും. എടുക്കട്ടെ? അനിയത്തിക്ക് വേണം ഒരു പാക്കറ്റ് എടുക്കാം. അതെ, നിങ്ങൾ എന്നിങ്ങനെ അനിയത്തി എന്ന് വിളിച്ച് അങ്ങനെ അങ്ങോട്ട് സോപ്പിടുവൊന്നും വേണ്ട. ഞാൻ അങ്ങനെ വീഴൊന്നുമില്ല, എനിക്കറിയാം. ഇത് എന്റെ ചേച്ചിയാ, എന്നാലും 4 വയസ്സിന് മൂത്തതാ. ആണോ? സത്യമായിട്ട് കണ്ടോ പറയില്ല കേട്ടാ. അനിയത്തിയാണെന്നേ തോന്നുള്ളൂ. അനിയത്തി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലാണ്. ഭാര്യയ്ക്കാണെങ്കിൽ സുഖമില്ല, തളർന്ന് കിടക്കുകയാണ്. ഒരാളുണ്ട് +2 പഠിക്കുന്നു, ഓട്ടിസം ബാധിച്ചതാണ്. ഇതൊക്കെ വിറ്റിട്ടുള്ള പൈസ കൊണ്ട് വേണം ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചാൽ ഞങ്ങൾ ജീവിച്ചു പോകും. അതുകൊണ്ട് എന്തെങ്കിലും. എത്രയാ അതിന്? അനിയത്തി 120 രൂപ ഉള്ളൂ. 120 രൂപ. 120 രൂപ കൂടുതലാ. 110 ആണെങ്കിൽ ഞാൻ എടുക്കാം. മതി, അത് മതി. അപ്പൊ ചേച്ചി അടുത്ത് പൈസ ഇല്ലെന്ന് പറഞ്ഞതാ പക്കവട വാങ്ങിക്കാൻ ചോദിച്ചപ്പം. ഇതിപ്പോ ചിട്ടി പൈസ ഒന്നും എടുക്കാൻ പാടില്ലേ? നിക്കേ, കൊണ്ടുവരാം. പാവല്ലേ? നല്ല പാവ. അതെ, ഏലക്ക എടുക്കട്ടാ? നല്ല ഏലക്കയാണ് ചേച്ചി. വിഷാംശം കളയാൻ വേണ്ടിയിട്ട് കസ്തൂരി മഞ്ഞൾ വെച്ച് കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ്. വേണ്ട ഏട്ടാ. ചേച്ചി ഒരു കാര്യം പറയട്ടാ. ആ ചേച്ചിയെ ഞാൻ അനിയത്തി എന്ന് വിളിച്ചത് എന്താണെന്നറിയോ? ആ ചേച്ചി എന്ത് പറഞ്ഞാലും മയങ്ങുന്ന കൂട്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ചേച്ചി കണ്ടപ്പോഴെനിക്ക് മനസ്സിലായല്ലേ, ചേച്ചി എന്ത് പറഞ്ഞാലും കുലുങ്ങൂല. അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെ പെട്ടെന്നൊന്നും മയങ്ങില്ല എന്നറിയാം, എനിക്കറിയാം. അതെ, ആ ചേച്ചിയെ കണ്ടാൽ അറിയാം ചേച്ചിയെക്കാട്ട് ഒരു 10-12 വയസ്സെങ്കിലും മൂത്തതാണെന്ന് അല്ലേ? അത്രയൊന്നുമില്ല, 4 വയസ്സിനേ ഉള്ളൂ. അതാണ് എനിക്ക് മനസ്സിലായത്. ഏലക്കയ്ക്ക് വിഷമൊക്കെ കളഞ്ഞതാണോ? അയ്യോ നല്ല ഫ്രഷ് ആണെന്ന്. എത്ര രൂപയാ? 150 രൂപയുള്ളൂ. 50 ഗ്രാം ഉണ്ട്. 150? അത് കൂടുതലാ. അനിയത്തി ആയതുകൊണ്ട് 140 തന്നാൽ മതി. ഞാൻ ഒരു 130 തരും. മതി, അത്ര തരും. അനിയത്തി ചോദിച്ചിട്ട് നമ്മൾ തരാക്കുന്ന മോശമല്ലേ? ഇതാ മക്കളെ, മക്കൾക്കെല്ലാം വേണോ? എന്തോന്ന്? ഇനി വരുമ്പോ കൊണ്ടുവരാം കേട്ടോ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? മോളെത്രയല്ല പഠിക്കുന്നേ? അയ്യോ 1-ലാ. മക്കൾ അമ്മയോട് പെട്ടെന്ന് പൈസ കൊണ്ടുവരാൻ പറ. അതെ, ചേട്ടൻ്റെ പുകഴ്ത്തലിൽ വീണിട്ടൊന്നും അല്ല ഞാൻ ഏലക്ക വാങ്ങിച്ചത്. ഇവിടെ ഏലക്ക ഇല്ലായിരുന്നു, എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എനിക്കറിയാം അങ്ങനെ പുകഴ്ത്തലൊന്നും വീണ ആളല്ലെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. വലിയ സന്തോഷം അനിയത്തി. ഇതൊക്കെ ഞാൻ എത്ര കണ്ടേക്കുന്നു.